രണ്ടുപേരുടെ റിസൾട്ട് അറിഞ്ഞു നമ്മൾ, സാധിക ആൻഡ് വിഷ്ണു കൃഷ്ണൻ. സോ ഇപ്പൊ നമുക്കറിയാം 3 പേരുകൾ അറിയാം ഗ്രാൻഡ് ഫിനാലയിൽ ഉണ്ടാവുന്ന. ശ്വേത അശോക്, സാധിക ആൻഡ് വിഷ്ണു കൃഷ്ണൻ. ഇനി 2 പേരുടെ റിസൾട്ടാണ് അറിയാനുള്ളത്, വിഷ്ണു KG ആൻഡ് ആതിര മുരളി. ആതിരയോട് ആദ്യം ചോദിക്കാം. ആതിര പറയൂ, എങ്ങനെ ഉണ്ടായിരുന്നു മന്ത് സ്റ്റാർ സിംഗർ ജൂനിയറിലെ ആതിരയുടെ ജേർണി? ഈ സ്റ്റേജിൽ 2 പെർഫോമൻസ് കുഴപ്പമില്ലാതെ പാടാൻ പറ്റി. 2 ആയിരുന്നു കുറച്ച് മാർക്ക് കുറഞ്ഞത്, അതുകൊണ്ടാണ് ഇപ്പം റിസൾട്ട് വന്നത്. പിന്നെ ഇപ്പം കുഴപ്പമില്ലാതെ പാടിയെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഒരുപാട് നല്ല ഫ്രണ്ട്സുകളെ കിട്ടി. അതിലൊക്കെ വളരെയധികം സന്തോഷമുണ്ട്. ഔട്ടായി പോയവരായാലും തന്നെ ഇടയ്ക്ക് ഫോൺ വിളിക്കുകയും നല്ല കോണ്ടാക്റ്റാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓക്കെ, വിഷ്ണു? ഈ സ്റ്റേജിൽ നന്നായിട്ട് പാടാനൊന്നും പറ്റിയില്ല. വിഷ്ണുവിന് കുറച്ച് പനിയൊക്കെ ആയിരുന്നു ഈ ഒരു സ്റ്റേജില്. സോ ഫിസിക്കലി കുറച്ച് വീക്ക് ആയിരുന്നു വിഷ്ണു. വേറൊന്നും പറയാനില്ലേ? എത്ര സ്റ്റേജായി? 13 സ്റ്റേജായി മന്ത് സ്റ്റാർ സിംഗർ ജൂനിയറിൽ പാടുന്നു, എന്നിട്ട് ഒന്നും പറയാനില്ല എന്ന്. വിഷ്ണു എന്തൊക്കെ പഠിച്ചു ഇവിടെ വന്നിട്ട്? വിഷ്ണു ഒരുപാട് ഇമ്പ്രൂവ് ചെയ്തില്ലേ? ഇപ്പൊ ആദ്യത്തെ ചില സ്റ്റേജസിലൊക്കെ വിഷ്ണുവിന്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളെല്ലാവരും വിചാരിച്ചു ഒരു ടൈപ്പ് ഓഫ് സോങ്ങേ വിഷ്ണുവിന് പറ്റുള്ളൂ, ഒരു ഫോക്കിഷ് ഒരു ആദ്യമൊക്കെ. പക്ഷെ ഇപ്പം ആ വിഷ്ണു അല്ല. ചേച്ചിയെ കരയിച്ചൊരു സോങ് ഉണ്ട്, ഞങ്ങൾ എല്ലാവരെയും കരയിച്ചതാ. മീൻസ് പ്രേക്ഷകരെ എല്ലാവരെയും കരയിച്ച ഒരാളാ. വിഷ്ണു എന്തെങ്കിലും പറയോ? എല്ലാരും കാത്തിരിക്കുകയാണ് വിഷ്ണു എന്താണ് പറയുന്നത് ഒന്ന് കേൾക്കാൻ. ഇവിടം വരെ എത്താൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ മന്ത് സ്റ്റാർ ഇതിലത്തെ പാട്ടുകളൊക്കെ പഠിപ്പിച്ചു തന്ന ടീച്ചർക്കും എൻ്റെ മാഷുക്കും വളരെയധികം നന്ദിയുണ്ട്. വേറെ ഒന്നുമില്ല. വിഷ്ണു എങ്ങനെ ഇമ്പ്രൂവ് ചെയ്തു? വിഷ്ണുവിന് എന്താണ് സ്വയം തോന്നുന്നത്? ഇതിൽ വന്നിട്ട് പിന്നെ ഡാൻസും പാട്ടും എല്ലാതും കുറെ ഫാൻസും കിട്ടി. അതെ. ഓക്കെ, വിഷ്ണുവിന്റെ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് നോക്കാം. ആന്റി? അവനെ ഈ 2 സ്റ്റേജില് ശാരീരികമായിട്ട് ലേശം ബുദ്ധിമുട്ടായിരുന്നു. അതിനെ നന്നായി പാടാൻ ഇപ്പൊ സാധിച്ചില്ലേ. പിന്നെ എന്താ വെച്ചാൽ ഈ ലോകം മുഴുവൻ അറിയപ്പെടാനായിട്ട് ഈ ഏഷ്യനെറ്റ് വഴി ഒരു ഭാഗ്യം ഉണ്ടായതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ ഇത്രയും നല്ല ജഡ്ജിന്റെ മുമ്പിൽ പാടാനും സാധിച്ചാലും ഈശ്വരനോട് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. പിന്നെ വിഷ്ണുവിന്റെ ടീച്ചർ, മാഷ്, അവരൊക്കെ അവന് വേണ്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ഇതുവരെ എത്തിച്ചതിന് എങ്ങനെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇനി നമുക്ക് ആതിരയുടെ അമ്മയോട് ചോദിക്കാം. ആന്റിക്ക് എന്താണ് ഈ ഒരു ഘട്ടത്തിൽ പറയാനുള്ളത്? എല്ലാരും പറഞ്ഞതുപോലെ വന്നത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇത്രയും എത്താൻ സാധിച്ചത്. ആദ്യ തൊട്ട് ഉള്ള സ്റ്റേജുകളിൽ കുറെ മുന്നോട്ട് നല്ലതായി പെർഫോമൻസ് ചെയ്ത് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിച്ചു. കഴിഞ്ഞ 2 സ്റ്റേജിലാണ് പ്രശ്നം വന്നത്. എന്താണ് ആന്റി? അതാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത്, ആതിരയ്ക്ക് എന്ത് പറ്റി? എന്താണെന്നറിയില്ല. വീട്ടിലെ പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോഴും നമ്മളവിടെ ഇവിടെ റിഹേഴ്സലിനൊക്കെ നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് പാടി. ഇവിടെ വന്നു കഴിയുമ്പോൾ ആണ് പ്രശ്നം വരുന്നത്. എന്താണെന്നറിയില്ല. എനിക്ക് ഈ ഒരു സ്റ്റേജിൽ ഫീൽ ചെയ്തത് ആതിരയ്ക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഇല്ല. ആതിരനെ കണ്ടാ ഓഫ് കോഴ്സ് ടെൻഷൻ ഉണ്ടെന്നൊന്നും തോന്നില്ല. പക്ഷെ പെർഫോം ചെയ്യാൻ വരുമ്പം ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഇല്ല. ഓക്കെ, ഫൈൻ. ഈ റിസൾട്ട് അഖില പറയുന്നതായിരിക്കും ബെറ്റർ. ഞാൻ ഇന്ന് വന്നേ ഉള്ളൂ അല്ലേ, എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ റിസൾട്ട് അനൗൺസ് ചെയ്യണം എന്നാണോ പറയുന്നത്? അതെ. ഐ തിങ്ക് ഇപ്പം ഇവരുടെ 2 പേരുടെ റിസൾട്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഐ തിങ്ക് ഇതിപ്പം ഒരു ഫൈനൽ സ്റ്റേജ് ആണ് മന്ത് സ്റ്റാർ സിംഗർ ജൂനിയറിലെ. ആൻഡ് അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാൻഡ് ഫിനാലെയാണ്. സോ ഈ ഒരു ഫൈനൽ സ്റ്റേജ് ഓഫ് മന്ത് സ്റ്റാർ സിംഗർ ജൂനിയറിൽ ഐ തിങ്ക് റിസൾട്ട് ശരിക്കും അനൗൺസ് ചെയ്യേണ്ടത് നമ്മളുടെ വിധികർത്താക്കളാണ്. സോ ഞാൻ നമ്മുടെ മന്ത് സ്റ്റാർ സിംഗർ ജൂനിയറിലെ ജഡ്ജസിനെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നതിനായി. മഞ്ച് ജൂനിയർ സ്റ്റാർ ഞങ്ങൾക്ക് നിരവധി പാഠങ്ങൾ തന്നൊരു വേദിയാണ്. ഓരോ ദിവസവും ഓരോ എപ്പിസോഡിലും ഓരോ റൗണ്ടും എല്ലാം ഞങ്ങൾക്ക് കൂടുതൽ
പാഠങ്ങളെന്ന് കൂടുതൽ പഠിപ്പിക്കുകയായിരുന്നു ഞങ്ങൾ ജഡ്ജസിനെയും. ഇന്നത്തെ ഈ ഒരു എലിമിനേഷൻ റൗണ്ടും അങ്ങനെ അത്തരത്തിലുള്ളൊരു പാഠമായിട്ട് ഞാൻ കരുതുന്നു. വളരെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി, സന്തോഷകരമായ ബുദ്ധിമുട്ടാണെന്ന് മാത്രം. കാരണം അസാധ്യമായിട്ടാണ് ഓരോരുത്തരും പാടിയതെല്ലാം. അതിനകത്ത് ഞങ്ങൾക്ക് അതിനകത്ത് എലിമിനേറ്റ് ചെയ്യണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലൂടെ ധാരാളം വിചാരങ്ങൾ ഇങ്ങനെ കടന്നു പോവുകയാണ്. ആരെ എലിമിനേറ്റ് ചെയ്യും, എങ്ങനെ എലിമിനേറ്റ് ചെയ്യും? അപ്പൊ അത് ആരാണെങ്കിലും അത് വിറയ്ക്കുന്ന കരങ്ങളോടെയും തുളുമ്പുന്ന കണ്ണുകളോടെയും വിതുമ്പുന്ന ചുണ്ടുകളോടെയും മാത്രമേ അത് അനൗൺസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഇതൊരു ഈ റൗണ്ട് വളരെ വളരെ ഡിഫിക്കൽട്ട് റൗണ്ടായിരുന്നു. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വേണിച്ചേട്ടനും എനിക്കും ഈ ട്രാവൽ, ഞങ്ങളുടെ ചെവിയുടെയൊക്കെ ട്യൂണിങ് അല്ലേ, ഭയങ്കര ഫൈൻ ട്യൂണിങ് ആയി. കാരണം കുട്ടികളുടെയൊക്കെ കൂടെ ഞങ്ങളും പഠിക്കുകയാണ് പാട്ടുകളുടെ. ഓരോ ദിവസം ഞങ്ങളും പ്രിപ്പയർ ചെയ്താണ് വന്നിരുന്നത്. ഓരോ പാട്ടുകളും ഇവര് പാടാൻ പോകുന്ന എന്താണ് അത് പഠിച്ചാണ് ഞങ്ങളും വന്നിരുന്നത്. ഇപ്പൊ ഈ റൗണ്ടിനെ പറ്റി പറയുകയാണെങ്കിൽ എലിമിനേഷൻ റൗണ്ടിൽ മേ ബി ദ സെലക്ഷൻ റൗണ്ടിൽ ഏറ്റവും നല്ലോണം പാടിയത് വിഷ്ണു തന്നെയായിരുന്നു. വിഷ്ണു കൃഷ്ണൻ വളരെ ഭംഗിയായിട്ട് പാടി. പിന്നെ സാധിക. ഇവര് എനിക്കൊരു ചോദ്യം ചോദിക്കാണ്ട്, മോളെ, എന്തുകൊണ്ടാണ് നിങ്ങൾ രണ്ട് മൂന്ന് തവണയായിട്ട് കുറച്ച് മറ്റുള്ളവരെക്കാട്ടും നിങ്ങളുടെ ലെവലിൽ തന്നെ, ഓക്കെ, നിങ്ങളുടെ ഇതിനു മുമ്പിലത്തെ പെർഫോമൻസിനെക്കാട്ടൊക്കെ കുറച്ച് കുറവ് വന്നത് എന്തുകൊണ്ടാണ്? ലാക്ക് ഓഫ് പ്രാക്ടീസ് ആണോ? ലാക്ക് ഓഫ് പ്രാക്ടീസ് ആവാൻ സാധ്യതയില്ല. എന്താണ് മോള് പ്രാക്ടീസ് ചെയ്യണേ വീട്ടില്? എങ്ങനെയാണ്, വാട്ട് ഇസ് യുവർ പ്രാക്ടീസ് സിസ്റ്റം? CD ഇട്ട് പഠിക്കും, പിന്നെ അല്ലാതെ ക്ലാസിക്കല് എല്ലാം പ്രാക്ടീസ് ചെയ്യും. ക്ലാസിക്കൽ. അപ്പൊ നമ്മൾ ഈ ഫിലിം സോങ്സ് എങ്ങനെയാണ് മോള്? ആരും അമ്മ പഠിപ്പിച്ചു തരാണോ? അമ്മ നല്ലോണം പാടുന്നുണ്ട്, അമ്മ പഠിപ്പിച്ചു തരാണോ? മോള് തന്നെ പാടി, ഞങ്ങൾ പണ്ട് പറയില്ലേ കാസറ്റിലിട്ട് കേൾക്കണം, അങ്ങനെയൊക്കെ പാടി പഠിക്കാറുണ്ടോ? പഠിക്കാറുണ്ട്. ഒരു പല്ലവി പാടിയിട്ട് അതിൽ എന്തൊക്കെ തെറ്റുകളെന്ന് ഇതൊന്നും അതിന് സമയം മെനക്കെട്ട് യു ഹാവ് ടു സ്പെൻഡ് ടൈം ഫോർ ദാറ്റ്. എനിക്ക് ഒരു കാര്യം എനിക്ക് മോളോട് പറയാനുള്ള, മോള് ശ്രുതി സാധകം ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ മോള് ചെയ്യുന്നത് ശ്രുതി സാധകം? സാരി ഗമ പറഞ്ഞ തന്നെ നീട്ടി നമുക്ക് എത്രത്തോളം നീട്ടാൻ പറ്റുമോ, ബ്രെത്തിൽ പറ്റുമോ അത്രയും. ഇടയ്ക്ക് എന്നിട്ടൊന്ന് നിർത്തണം. പാടിയ ശേഷം ഒരു നോട്ട് പാടിയിട്ട് നിർത്തിയിട്ട് കണ്ണടച്ച് ശ്രുതി മാത്രം കേൾക്കണം. എത്രത്തോളം അത് സിങ്ക് ആണെന്ന് നമ്മളപ്പം മനസ്സിലാവും. ഇതൊക്കെ ഞങ്ങൾ എക്സ്പീരിയൻസ്, ഞങ്ങളൊക്കെ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കാം മോളെ. ഇപ്പോഴും എന്നും ഇനി എത്രയോ ഇമ്പ്രൂവ് ചെയ്യാണ്ട് ഞങ്ങൾക്കും ഒന്നും ആയിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇത്ര എക്സ്പീരിയൻസ് മറ്റുള്ളവർ എന്തൊക്കെ ഞങ്ങളെ ചീത്ത പറഞ്ഞ് പഠിപ്പിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് വേഗം പറഞ്ഞു തരാം ഞങ്ങള്. നിങ്ങൾക്ക് ഇത് ഈസി വേ ആണ്, അപ്പോൾ എൻട്രി ഈസിയാണ് നിങ്ങൾക്ക്. ഇനി ഇയാളുടെ അടുത്ത് എന്താണ് പനി വരാൻ കാരണം? പനി വരുത്തിക്കൂടാ, ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ സൂക്ഷിച്ചിരിക്കണം എന്ന്. ഇയാള് ശരിക്കും പാടിയില്ലെങ്കിൽ ഞങ്ങൾക്കല്ലേ വിഷമം. നിങ്ങൾ രണ്ടുപേരും ഈ 13th റൗണ്ടിൽ ഞങ്ങൾ ഹാപ്പി ആയിരുന്നില്ല. ആക്ച്വലി ഞങ്ങൾക്കായിരുന്നു ടെൻഷൻ, എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ പാടണേ.